ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വചന വെളിച്ചത്തിൽ ധ്യാനിച്ച് ഈ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവകരുണ ലഭിക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ കരുണയുള്ളവരായി, ദൈവനാമത്തിൽ കരുണ കാണിക്കുന്നവരായിട്ട് നമ്മൾ മാറുക എന്നുള്ളവർ. അങ്ങനെയുള്ളവർ ഭാഗ്യപ്പെട്ടവർ, അവർക്ക് ദൈവകരുണയ്ക്ക് ഒരു കുറവും വരില്ല. ഈ മേഖലയിൽ 2 കാര്യങ്ങളാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സംസാരത്തിൽ കരുണയുള്ളവരാകുക. രണ്ടാമത്തേത്, പ്രവൃത്തിയിൽ കരുണയുള്ളവരായി മാറുക. 2 പുത്രന്മാരുടെ ഉപമയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, സംസാരിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പ്രവൃത്തിയിൽ നമ്മൾ സ്നേഹിക്കുന്നത്, പ്രവൃത്തിയിൽ നമ്മൾ കരുണ കാണിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ആ ഒരു മേഖലയിലാണ്. ബൈബിളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വളരെയേറെ ബൈബിൾ കഥാപാത്രങ്ങൾ പ്രവൃത്തിയിൽ കരുണ കാണിച്ച ബൈബിൾ കഥാപാത്രങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്കെല്ലാം ലഭിച്ച പ്രതിഫലവും വളരെ വലുതായിരുന്നു. അതുപോലെ നമ്മൾ പ്രവൃത്തിയിൽ കരുണയുള്ളവരായിട്ട് മാറണം. ആദ്യമായിട്ട് നമ്മൾ ഏതാനും വചനഭാഗങ്ങൾ എടുക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില വചനഭാഗങ്ങൾ. പ്രവൃത്തിയിൽ നമ്മൾ കരുണയുള്ളവരായി മാറണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെയെല്ലാം പറയപ്പെട്ടിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 31-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ മറ്റുള്ളവരോട് നിങ്ങളും പെരുമാറണം. നമുക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കണം, സ്നേഹിക്കണം, അംഗീകരിക്കണം, സഹായിക്കണം. അങ്ങനെ പലതും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. വചനം പറയാണ്, നീ എന്ത് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവോ നീ ഇത് മറ്റുള്ളവർക്ക് നൽകാൻ തയ്യാറാകണം. ഒരു ഭാര്യ ഭർത്താവിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആ ഭർത്താവിന് നൽകാനും അവർക്ക് മനസ്സുണ്ടാകണം. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ ഭാര്യ പ്രതീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കി നൽകുവാനായിട്ട് സാധിക്കണം. അതാണ് നമ്മുടെ പ്രവൃത്തിയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഒരു വചനം. യാക്കോസ്ലീഹ 2-ാം അധ്യായം 13-ാമത്തെ വചനം നമ്മൾ കൂടെ കേൾക്കാറുള്ള ഒരു വചനമാണ്. യാക്കോബ് 2:13. അവിടെ പറഞ്ഞിരിക്കുന്നത്, കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. അത് നമ്മൾ കരുണയില്ലാതെ സംസാരിച്ചാൽ അതിൻ്റെ റിസൾട്ട് അപ്രകാരമായിരിക്കും. കരുണയില്ലാതെ നമ്മൾ പെരുമാറിയാൽ അതിൻ്റെ റിസൾട്ടും അപ്രകാരമായിരിക്കും. കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. മറ്റുള്ളവരെ കാരുണ്യരഹിതമായി വിധിക്കാതിരുന്നാൽ അതുപോലൊരു അനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. യാക്കോസ്ലീഹ 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് മധുര വാക്കുകൾ, സംസാരങ്ങൾ, മധുര മൊഴികളുമായിട്ട് നടന്നാൽ പോരാ. അത് പ്രവൃത്തിയിലേക്ക് വരുന്നില്ലെങ്കിൽ അത് നിർജീവമാണ്. നമുക്കറിയാലോ, ഈ ധ്യാനാത്മകമല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ജപമാല ആത്മാവില്ലാത്ത ശരീരം പോലെയാണെന്നാണ് പറഞ്ഞു. ആത്മാവില്ലാത്ത ശരീരം മൃതമാണ് എന്ന് പറഞ്ഞ പോലെ ധ്യാനാത്മകമായിട്ട് നമ്മൾ ജപമാല പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ആത്മാവില്ലാത്ത ശരീരം പോലെ. ഏതാണ്ട് അതുപോലെ പറഞ്ഞിരിക്കുകയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെക്കുറിച്ച്. നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം നമുക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ സാധിക്കണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രവൃത്തിയിൽ വരുന്ന വിശ്വാസം, അതിനാണ് ശരണം എന്ന് പറയുന്നത്. വിശ്വാസം നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ദൈവത്തിൽ ശരണപ്പെടുന്നവരായിട്ട് മാറുന്നു. ഈ ശരണം ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്.
ഒബാദിയയുടെ പുസ്തകം 1:15 വായിച്ചാൽ പ്രവൃത്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒബാദിയ 1:15 പറഞ്ഞിരിക്കുന്നത്, നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും എന്ന് പറഞ്ഞാൽ, നല്ലത് പ്രവർത്തിച്ചാൽ അത് അനുഗ്രഹമായിട്ട് എൻ്റെ ജീവിതത്തിൽ വരും. ഞാൻ തിന്മ പ്രവർത്തിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18:33 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും പരസ്പരം കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ദൈവം നമ്മോട് കരുണ കാണിച്ചതുകൊണ്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ടെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. മത്തായി 25:40 മുതലുള്ള വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ എളിയ സഹോദരരിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ നീ എനിക്ക് തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുമ്പോഴും സഹായിക്കാതിരിക്കുമ്പോഴും ദൈവത്തോട് തന്നെയാണ് അത് ചെയ്തത് എന്ന് വചനത്തിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 40 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ നീ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം നിനക്ക് ലഭിച്ചിരിക്കും. പറയുണ്ട്, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കും കർത്താവ് തന്നെ നമുക്ക് പ്രതിഫലം നൽകുമെന്നുള്ള വാഗ്ദാനമാണ് ഈ വചനഭാഗങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. എന്താണ് ശരിക്കും അനുകമ്പ? മേഴ്സി, അനുകമ്പ, കരുണാർദ്ര സ്നേഹം, അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എ ടാഞ്ചിബിൾ എക്സ്പ്രഷൻ ഓഫ് ലവ് ടു ദോസ് ഹു സഫർ ഓർ ദോസ് ഇൻ നീഡ്. ശരിക്കും പ്രവൃത്തിയിൽ നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി പാവപ്പെട്ടവരോട്, സഹിക്കുന്നവരോട് നമ്മൾ കാണിക്കുന്നത്, അതാണ് ശരിക്കും അനുകമ്പ. സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി. നമ്മൾ വർത്തമാനം പറഞ്ഞാൽ പോരാ, നമുക്ക് ഒരുപാട് നല്ല ആശയങ്ങൾ തലയ്ക്കകത്ത് വന്നാൽ പോരാ, അത് എത്രമാത്രം പ്രവൃത്തിയിൽ നമ്മൾ എത്തിക്കുന്നു അത് പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വേണ്ടത് എമ്പതി എന്ന് പറയും, സിമ്പതി അല്ല, എമ്പതി. ഇംഗ്ലീഷിൽ എമ്പതി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ സഹാനുഭൂതി. നമുക്കറിയാം, സിമ്പതി എന്ന് പറഞ്ഞാൽ സഹതാപം. നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവരോട് സഹതാപം തോന്നാം, അതുകൊണ്ട് കാര്യമില്ല. സഹാനുഭൂതി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട്, ആ അവസ്ഥ നമ്മുടെ അവസ്ഥയായി കണ്ടുകൊണ്ട് അവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നത്, അതാണ് സഹാനുഭൂതി. നമുക്ക് ഏതാനും ബൈബിൾ കഥാപാത്രങ്ങളെ മനസ്സിലാക്കാം. അവരൊക്കെ മറ്റുള്ളവരോട് കരുണ കാണിച്ച് വലിയ പ്രതിഫലം ജീവിതത്തിലേക്ക് ഏറ്റെടുത്തവരാണ്. ആദ്യമായിട്ട് നമ്മൾ ലൂക്ക 10-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ, നല്ല സമറായക്കാരൻ. അവൻ ആ മുറിവേറ്റവനെ വെച്ചുകെട്ടി സത്രത്തിൽ കൊണ്ടേയാക്കി അവന് വേണ്ട പണവും അവിടെ ചിലവഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല സമറായക്കാരൻ, മറ്റുള്ളവരുടെ വേദനയിൽ വേദനിച്ച് അവരുടെ മുറിവുണക്കാനുള്ള നമ്മുടെ നല്ല മനസ്സ്, അതാണ് അനുകമ്പ, കരുണാർദ്ര സ്നേഹം എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ഉം 6-ഉം വചനങ്ങൾ എടുത്താൽ, ഫറവോയുടെ മകള്, അവൾക്ക് മോശയോടെ കരുണ തോന്നി ആ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്നെടുത്ത് ആ കുഞ്ഞിനെ സംരക്ഷിക്കാനും അതിനെ വളർത്താനും തീരുമാനമെടുക്കുന്നത് നമ്മൾ കാണുന്നു. ഫറവോയുടെ മകള് കാണിച്ചത് ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. ദാവീദ് സാവൂളിനോട് കാണിച്ച കാരുണ്യം നമ്മൾ കാണുന്നുണ്ട്. 1 സാമുവേൽ 24-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും. തന്നെ കൊല്ലാൻ നോക്കി നടന്നവനാണ്, അവനെ കൈ കിട്ടിയിട്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വെറുതെ വിടുന്ന, അവനോട് കരുണ കാണിക്കുന്ന ദാവീദിനെ നമ്മളിവിടെ കാണുന്നു. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ, എലീഷ സിറിയക്കാരോട് കരുണ കാണിക്കുന്ന ഒരു രംഗമാണ്. ഇനി അവരെ അന്ധരാക്കി, അതുപോലെ തന്നെ വീണ്ടും അവർക്ക് കാഴ്ച കൊടുത്തു. ഇതിനു ശേഷം ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തവരെ എത്തിച്ചു. ഇസ്രായേൽ രാജാവ് അവരെ കൊന്നുകളയാനായിട്ട് ഒരുങ്ങിയപ്പോൾ എലീഷ പറഞ്ഞു, അരുത്,
നീ വാളുകൊണ്ട് പിടിച്ചെടുത്തവരല്ല, ഞാനാണ് അവരെ ഇവിടെ കൊണ്ടുവന്നത്. അവർക്ക് വിരുന്നൊരുക്കി കൊടുക്കുക. അങ്ങനെ വിരുന്ന് കൊടുത്ത് അവരെ മിത്രമാക്കുന്ന ഒരു രംഗം ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. റൂത്തിന്റെ പുസ്തകം 1:16 വായിച്ചാൽ റൂത്ത് നവോമിയോട് കരുണ കാണിച്ച ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുക. അമ്മയുടെ സഹനത്തിൽ പങ്കുചേർന്ന് അമ്മയോട് എന്നെ ഒരു കാരണവശാലും അമ്മയുടെ അടുത്ത് നിന്ന് പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞ് യാചിക്കുന്ന റൂത്തിനെ നമുക്കവിടെ കാണാൻ പറ്റും. സറാഫത്തിലെ വിധവ ഏലിയായോട് കരുണ കാണിക്കുന്ന രംഗമാണ് 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ 11 മുതൽ. അവൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിച്ചു. അവളുടെ മാവ് തീരുകയോ എണ്ണ വറ്റുകയോ ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഏതാനും ബൈബിൾ കഥാപാത്രങ്ങളാണ്. സഹജീവികളോട് കരുണ കാണിച്ചവര്, അതിൻ്റെ പേരിൽ ദൈവത്തിൽ നിന്ന് വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചവര്, അതവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇപ്രകാരം നമ്മൾ കരുണ കാണിച്ചാൽ നമുക്കും വലിയ പ്രതിഫലം പ്രതീക്ഷിക്കാൻ സാധിക്കും, അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ദൈവകരുണയെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ആത്മാക്കളെല്ലാം വിശുദ്ധീകരണം പ്രാപിച്ച് സ്വർഗ സൗഭാഗ്യം നേടിയെടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,